ഇറാൻ നടത്തുന്ന ആക്രമണങ്ങളിൽ ഗൾഫ് രാജ്യങ്ങളിൽ ആശങ്ക പടരുന്നു. ഭീതി പടർത്തി ദുബായിയുടെ ആകാശത്ത് കറുത്ത പുക നിറയുന്ന ചിത്രങ്ങൾ. തീരദേശ നഗരമേഖലകൾക്ക് സമീപമാണ് പുകപടലങ്ങൾ നിറഞ്ഞിരിക്കുന്നത്. ചുറ്റും വൻ സ്ഫോടന ശബ്ദം. ഗൾഫ് മേഖലയെ ഭീതിയിലാഴ്ത്തി ഇറാന്റെ വ്യാപക ആക്രമണം തുടരുന്നു. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനിയുടെ വധത്തിന് പിന്നാലെ മിഡിൽ ഈസ്റ്റിൽ യുദ്ധകാഹളം മുഴങ്ങുന്ന അന്തരീക്ഷം. ഖമനിയുടെ മരണത്തിന് പകരം ചോദിക്കുമെന്ന് പ്രഖ്യാപിച്ച ഹിസ്ബുള്ള വടക്കൻ ഇസ്രയേലിലെ സൈനിക താവളങ്ങൾ ലക്ഷ്യമാക്കി നൂറുകണക്കിന് റോക്കറ്റുകളും ഡ്രോണുകളുമാണ് തൊടുത്തുവിട്ടത്. ഇറാനും ഇസ്രയേലും അമേരിക്കയും തമ്മിലുള്ള സംഘർഷങ്ങൾ വീണ്ടും ശക്തമാകുന്നതോടെ പശ്ചിമേഷ്യ ലോകരാഷ്ട്രീയത്തിന്റെ കേന്ദ്രബിന്ദുവായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഗൾഫ് രാജ്യങ്ങളിൽ വിവിധ ഇടങ്ങളിൽ സ്ഫോടന ശബ്ദം നിരവധിയായി കേൾക്കുകയാണ്. ഓരോ നിമിഷവും പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഭയാനകമാണ്. കുവൈറ്റിൽ അമേരിക്കയുടെ യുദ്ധവിമാനം വീഴ്ത്തിയെന്ന് ഇറാൻ അവകാശപ്പെട്ടു. കുവൈത്തിലെ US എംബസിയിലും അഹമ്മദി റിഫൈനറിലും UAEയിലെ ആമസോൺ ഡാറ്റാ സെന്ററിലും ആക്രമണമുണ്ടായതായും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ദുബായ് അടക്കം GCCയിലെ സുപ്രധാന വാണിജ്യ കേന്ദ്രങ്ങളെയും തുറമുഖങ്ങളെയും ഉന്നമിട്ടാണ് ഇറാന്റെ ഡ്രോണുകൾ ഇന്നും എത്തിയത്. ബഹ്റൈൻ മിസൈൽ അവശിഷ്ടം പതിച്ച് ഒരാൾ മരിച്ചുവെന്നും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ കടുത്ത തീരുമാനം തന്നെയാണ് ഇറാനെതിരെ GCC കൗൺസിൽ അറിയിച്ചിരിക്കുന്നത്. പ്രകോപനം തുടർന്നാൽ ഗുരുതര പ്രത്യാഘാതമെന്ന് GCC കൗൺസിൽ പ്രതികരിച്ചു. അതേസമയം അമേരിക്കയുമായി ഒരു സന്ധി സംഭാഷണത്തിനും തയ്യാറല്ലെന്ന് ഇറാൻ നാഷണൽ സെക്യൂരിറ്റി അറിയിച്ചതായിട്ടാണ് പറയുന്നത്. യുദ്ധഭീതി തുടരുന്നതോടെ ഗൾഫ് ശരിക്കും അശാന്തമായിരിക്കുകയാണ്. വിവിധ മേഖലയിലുള്ള വ്യോമഗതാഗതം മൂന്നാം ദിവസവും നിശ്ചലമാണ്. പ്രധാന എയർപോർട്ടുകളിൽ നിന്നായി 4 സർവീസുകൾ ഒഴികെ ഗൾഫ് മേഖലയിലേക്കുള്ള മുഴുവൻ സർവീസും റദ്ദാക്കിയ അവസ്ഥയാണുള്ളത്. ഇസ്രയേൽ US ആക്രമണത്തിന് തിരിച്ചടിയായി ഇറാൻ നടത്തുന്ന ആക്രമണങ്ങളിൽ ഗൾഫ് രാജ്യങ്ങളിൽ ആശങ്ക പടരുകയാണ്. ആഗോള വാണിജ്യ നഗരമാണ് ദുബായ്. ഇതിനെ ലക്ഷ്യമിട്ട് ഇറാൻ നടത്തിയ ആക്രമണങ്ങളുടെ വ്യാപ്തി വ്യക്തമാക്കുന്ന ഉപഗ്രഹ ചിത്രങ്ങളാണ് ഇപ്പോൾ ആശങ്കപ്പെടുത്തുന്നത്. ഇത്തരം ചിത്രങ്ങൾ പുറത്തും വന്നിട്ടുണ്ട്. ദുബായിയുടെ ആകാശത്ത് കറുത്ത പുക നിറയുന്ന ചിത്രങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ദുബായിയുടെ പ്രധാന തീരദേശ നഗരമേഖലകൾക്ക് സമീപമാണ് ഈ പുകപടലങ്ങൾ നിറഞ്ഞ ആകാശം കാണാൻ സാധിക്കുന്നത്. ജബൽ അലി തുറമുഖം, പാം ജുമൈറ തുടങ്ങിയ പ്രമുഖ കേന്ദ്രങ്ങളും ആക്രമണത്തിന്റെ പരിധിയിലുണ്ടെന്ന് വ്യക്തമാക്കുന്ന ചിത്രങ്ങളാണ് മാർച്ച് 1 പകർത്തിയിരിക്കുന്നത്. ദുബായ് ജീവിതത്തിൽ ആശങ്ക പടർത്തുന്നതാണ് ഈ സ്ഫോടനങ്ങളും പുകപടലങ്ങളും. ആധുനിക നഗരജീവിതത്തിന്റെ പ്രതീകമായി അടയാളപ്പെടുത്തുന്ന ദുബായിലെ അന്തരീക്ഷം മാറി മറിയുകയാണ്. നഗരത്തിന്റെ സുരക്ഷാബോധത്തിന് തിരിച്ചടിയാണിതെന്നും വിലയിരുത്തലുണ്ട്. പതിറ്റാണ്ടുകളായി മിഡിൽ ഈസ്റ്റിലെ മറ്റിടങ്ങൾ പലവിധ പ്രതിസന്ധികൾ നേരിട്ടപ്പോഴും UAE പൊതുവിൽ ശാന്തമായിരുന്നു. എന്നാൽ ഇപ്പോഴെല്ലാം അശാന്തമായി നിൽക്കുന്നു. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.